രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിവരവും വിവേകവും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിൽ പിറന്ന രണ്ട് വ്യക്തികൾ മാത്രമല്ല അവർ എന്ന് ദിനം പ്രതിയാണ് അവരുടെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് പരിസരത്ത് വെച്ചും പാർലമെന്റ് ഹാളിനുള്ളിൽ വെച്ചും നടന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ഏവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇത്തരം വാർത്തകളൊന്നും ഒരൊറ്റ ഗോദി മീഡിയയിലും വന്നിട്ടില്ല. രാജ്യത്തെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അംഗപരിമിതിയുള്ള ഒരു പാവം സ്ത്രീ പ്രിയങ്ക ഗാന്ധിയെ കാണുവാനായി പാർലമെന്റ് പരിസരത്തേക്ക് വന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അവരെ അകത്തേക്ക് കടത്തിവിടാൻ സെക്യൂരിറ്റി തയ്യാറായില്ല. പ്രിയങ്ക ഗാന്ധി അവരുടെ വലിയ ആരാധനാപാത്രം ആയിരുന്നു. അതിനാലാണ് നടക്കുവാൻ പോലും ആവില്ലാത്ത അംഗപരിമിതിയുള്ള ആ പാവം സ്ത്രീ പ്രിയങ്കയെ കാണണമെന്ന് ആഗ്രഹിച്ച് പാർലമെന്റിൽ കയറാൻ ശ്രമിച്ചത്. ഇതറിഞ്ഞ പ്രിയങ്ക ഗാന്ധി അവരെ അകലെ നിന്ന് കാണുകയും അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു. അതിനുശേഷം നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏക പാർലമെന്റ് അംഗമായ ജെനി ബെൻ താക്കൂർ സംസാരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. ഈ ശാരീരിക വൈകല്യമുള്ള സ്ത്രീയാണ് കുടുംബത്തെ മൊത്തം പരിപാലിക്കുന്നതും വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നതും എന്നാണ് അവർ പറയുന്നത്. ആ സുന്ദരിയായ സ്ത്രീയുടെ മുഖത്തെ സന്തോഷം എത്ര വലിയതാണ്, പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ മുഖത്തെ ആ നൈർമല്യം നിറഞ്ഞ വലിയ നിറപുഞ്ചിരി. പ്രിയങ്ക ഗാന്ധി വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ജെനി ബെൻ താക്കൂറും ഓടി വന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് മൂവരും ചേർന്ന് ചിത്രമെടുക്കുകയാണ്. പ്രിയങ്ക അവരുടെ കൈകളിൽ പിടിച്ച് തോളത്ത് കൈയിട്ട് അവരുടെ ഇടതുകരം തന്റെ മടിയിൽ ചേർത്ത് വെച്ച് നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുകയും ചിത്രമെടുക്കുകയും ചെയ്യുന്നത്. അവരുടെ ജീവിതാഭിലാഷം പൂർത്തിയായി എന്ന് തെളിയിക്കുന്നതാണ് മനം നിറഞ്ഞ അവരുടെ ഈ ചിരി. ഇന്ത്യയിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട് ഇങ്ങനെയുള്ളവർ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽപ്പെട്ട പ്രിയങ്ക ഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ദാനം ചെയ്ത സ്വത്തുക്കളുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ മൊത്തം GDP-യേക്കാൾ വലിയ തുക വരും. അങ്ങനെയുള്ള പ്രിയങ്ക ഗാന്ധിയാണ് വളരെ മനുഷ്യത്വത്തോടെ വിനയത്തോടെ ഇവരോട് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ എല്ലാവരും ഇങ്ങനെയുള്ളവർ ആയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ എത്തിച്ചേർന്നേനെ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി രണ്ടാമത്തെ സംഭവം, മോദിയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ 2 രൂപ കൂലികൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ദളിതനായ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ വകവയ്ക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ വളരെയേറെ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലുള്ള അഗാധമായ ബന്ധം. ഇവിടെ പാർലമെന്റിനുള്ളിൽ മല്ലികാർജുൻ ഖാർഗെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഷോൾഡർ മസാജ് ചെയ്തു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, രാജീവ് ഗാന്ധിയുടെ മകൻ, അതീവ സമ്പന്നമായ കുടുംബത്തിൽ പിറന്നവൻ, രാജ്യത്തെ ഏറ്റവും വിദ്യാഭ്യാസവും വിവേകവും അറിവും കഴിവും ഉള്ളവൻ. പക്ഷേ ആ മനുഷ്യന്റെ വിനയവും ലാളിത്യവും സ്നേഹവും വ്യക്തമായി കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിന്റെ തൊട്ടടുത്ത് പ്രിയങ്ക ഗാന്ധിയും വലിയ പുഞ്ചിരിയോടെ നിൽക്കുകയും കുശലം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള സൗഹൃദം വെറും രാഷ്ട്രീയ സൗഹൃദം അല്ല, വളരെയേറെ ബഹുമാനത്തോടെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയെ കാണുന്നത്. ഒരുപക്ഷെ പിതൃതുല്യമായ സ്ഥാനമാണ് ഖാർഗെയ്ക്ക് ഇവർ നൽകുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഖാർഗെയെ ഇവർ പിന്തുണയ്ക്കാൻ കാരണം എന്തെന്ന് യാതൊരു സംശയവും വേണ്ട. പ്രായം ഏറെയായെങ്കിലും കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ ഖാർഗെയാണ്. ഈ സ്ഥാനത്ത് നയവഞ്ചകനായ ശശി തരൂർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കണം. ഏതായാലും ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. അതിനുള്ള കൃത്യമായ വിവരവും വിവേകവും ഉണ്ടായിരുന്നു. അതിനാലാണ് 90% സംഖ്യയായ ശശി തരൂരിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ അടുപ്പിക്കാതെ ഇരുന്നത്.
സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ളവർ ആയിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ, നമ്മുടെ ഭരണം നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ എത്ര മുന്നേറിയേനെ എന്ന് ചിന്തിച്ചു നോക്കണം. ഈ സ്ഥാനത്ത് വിവരവും വിവേകവും വിദ്യാഭ്യാസവും യാതൊരു സംസ്കാരവും ഇല്ലാത്ത നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളെ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ വിവേകശൂന്യരായ മന്ദഭക്തരുടെ ദുഷ്ചെയ്തി രാജ്യത്തിന് എത്ര വലിയ ദോഷവും നാണക്കേടുമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ നാണംകെട്ട മതഭ്രാന്തരായ സംഘികൾ അനുഭവിച്ചേ മതിയാവൂ. പക്ഷേ ഒരിക്കലും ഇതുപോലെ വിവരമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാത്ത നമ്മൾക്കും ഇതിന്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് വലിയ ദുരവസ്ഥ. ഇനിയെങ്കിലും മനുഷ്യത്വമുള്ള, വിവേകമുള്ള, സംസ്കാരമുള്ള ആളുകളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?